+1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അപേക്ഷാ സമർപ്പണത്തിൽ സർക്കാരിന് ഇരട്ട നയം. VHSEയിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അപേക്ഷ നൽകാം, എന്നാൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ അവസരം നൽകിയില്ല. സോൺ കൃഷ്ണ ചേരുകയാണ് വിവരങ്ങളുമായി. സോണൽ, വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം. വീണ്ടും വിദ്യാർത്ഥികളോടുള്ള അവഗണന സർക്കാർ തുടരുന്നു എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഈ ഇരട്ട നീതി. അതായത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അപേക്ഷയിൽ, അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാം. അത് പക്ഷേ VHSEയിൽ മാത്രമാണ്. എന്നാൽ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ അപേക്ഷിക്കാൻ അവസരം നൽകില്ല എന്നുള്ളൊരു ഉത്തരവാണ് ഇത്തരത്തിൽ പുറത്തിറക്കിയിട്ടുള്ളത് സർക്കാർ. നമുക്കറിയാം, സപ്ലിമെന്ററി അപേക്ഷകളിൽ ഏകദേശം 16,000-ഓളം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു രീതി ആദ്യഘട്ടത്തിൽ തന്നെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്രയും വിദ്യാർത്ഥികൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അപേക്ഷ കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. അപ്പോഴും ഈ നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെ അപേക്ഷ പരിഗണിക്കാത്ത ഒരു രീതി അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അതായത് ഇഷ്ട വിഷയം, അതായത് ഫുൾ A+ അല്ലെങ്കിൽ 9A+ കിട്ടിയിട്ട് ഇഷ്ട വിഷയമോ സ്കൂളോ കിട്ടാതെ ജോയിൻ ചെയ്യാതെ നിന്ന വിദ്യാർത്ഥികളാണ് ഈ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾക്കാണ് വീണ്ടും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം 7,054 വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. സർക്കാരിന്റെ നീക്കം സീറ്റ് പ്രതിസന്ധിയുടെ ഒരു ആക്കം, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഴം കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു നീക്കം എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം മന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ ആ കണക്കുകൾ തെറ്റായ രീതിയിലേക്ക് വിടാനുള്ള ശ്രമം നടത്തുന്ന കാര്യമുണ്ടായി. എന്നാൽ പിന്നീട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിഷേധം മൂലം അത് തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിന് പിന്നാലെ ഏതൊക്കെ തരത്തിൽ വിദ്യാർത്ഥികളെ വെട്ടാം അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കാം എന്നുള്ള ഒരു അജണ്ട പോലെ ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് വിദ്യാർത്ഥികളെ അവഗണിക്കുന്ന രീതി വരുന്നു. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ +1 +2 വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ, അതായത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് സർക്കാർ ഉത്തരവിറക്കുന്നത്. പക്ഷേ VHSEയുടെ കാര്യം എടുത്താൽ അവിടെ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററിയിൽ അപേക്ഷ നൽകാം എന്നുള്ളൊരു കാര്യം കൂടി സർക്കാർ പറയുന്നുണ്ട്. അതായത് ഇരട്ട നീതി വിദ്യാർത്ഥികളുടെ കേസിൽ ആ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടി വരിക. വിദ്യാർത്ഥികളോടുള്ള അവഗണന അത് സർക്കാർ തുടരുന്നു എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. മനു, ശരി, സോൺ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.